ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്. നബുക്കദ്നേസർ രാജാവ് ഒരു വലിയ സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ആ നാട്ടിലുള്ള എല്ലാവരും ഈ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കണം, ദൈവമായിട്ട് അംഗീകരിക്കണം. 3 യുവാക്കന്മാർ അവർ ശക്തമായിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങൾ ഈ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കാൻ, കുമ്പിട്ട് വണങ്ങാൻ തയ്യാറല്ല. ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ 3 യുവാക്കന്മാർ അവർ വളരെ ശക്തരായിരുന്നു. അവർ സത്യദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് മറ്റൊരു ശക്തിയുടെയും പുറകെ പോകാൻ അവർ തങ്ങളെ തന്നെ വിട്ടുകൊടുത്തില്ല. രാജാവ് ഇതറിഞ്ഞപ്പോൾ വലിയ വിധത്തിൽ ദേഷ്യപ്പെട്ടു, അരിശപ്പെട്ടു. ഇവരെ 3 പേരെയും വിളിക്കുകയാണ്. ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല എങ്കിൽ എരിയുന്ന തീച്ചൂളയിലേക്ക് നിങ്ങളെ ഞാൻ എറിയും, നിങ്ങളെ കൊന്നുകളയും, ഭീഷണിപ്പെടുത്തുകയാണ്. രാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ 3 പേരും പേടിച്ച് തലകറങ്ങി വീണ് അപ്പം തന്നെ മരിക്കുന്നതാണ് ഓർത്തത്. പക്ഷേ ഇവർ 3 പേരും എന്താ പറഞ്ഞെന്നറിയോ? ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കുകയില്ല. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ ശരണപ്പെടുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് പോലും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഇനി അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചില്ല എങ്കിൽ പോലും ഞങ്ങൾ ഈ ഒരു പാപം ചെയ്യാൻ, എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ മറന്നിട്ട് മറ്റൊരു ദൈവത്തിൻ്റെ പുറകെ പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല, ഞങ്ങൾക്ക് അതിന് കഴിയുകയില്ല, ഞങ്ങൾക്കതിന് സമ്മതമില്ല. വളരെ ശക്തമായിട്ട് ഇവർ പറയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്, സന്നദ്ധരാണ് മരിക്കാൻ. തീച്ചൂളയല്ല, എവിടേക്ക് എറിഞ്ഞിട്ടാലും ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്, ദൈവത്തെ ഉപേക്ഷിക്കില്ല. രാജാവിന് ഇത് കേട്ടപ്പോൾ വല്ലാത്ത അരിശം ഒന്നുകൂടെ കൂടി. ഇവരെ 3 പേരെയും ബന്ധനസ്ഥരാക്കി എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയുകയാണ്. തീ ഇങ്ങനെ ആളിക്കത്തുകയാണ്. തീ ആളിക്കത്താൻ വേണ്ടിയിട്ട് തന്നെ ഇവർ കുറേ അധികം സാമഗ്രികൾ തീയിലേക്ക് കൂടുതൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ ആളിക്കത്തുന്ന തീയിലേക്ക് ഈ 3 യുവാക്കന്മാരെ ഇട്ടിട്ടപ്പോൾ സെക്കൻഡ് നേരം കൊണ്ട് ഇവർ ദഹിച്ച് ഇല്ലാതെയായി പോകുന്നതാണ് ഇവർ ഓർത്തത്. പക്ഷേ ഇവർ 3 പേരും എന്ത് ചെയ്തെന്നറിയോ? അവരവിടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒന്നും ഇവരെ ഏശുന്നില്ല, അഗ്നി അല്പം പോലും ഇവരെ ഏശുന്നില്ല, ഇവരുടെ ഒരു മുടി പോലും കരിഞ്ഞു പോകുന്നില്ല. ഇവർ വളരെ സുരക്ഷിതരാണ്. പുറമേ നിൽക്കുന്നവരൊക്കെ നോക്കിയപ്പോൾ ഒരാളും കൂടെ കൂട്ടത്തിൽ ഇവരുടെ കൂടെ നടക്കുന്നു. 3 പേരെ തീയിലേക്ക് ഇട്ടുമെങ്കിൽ 4 പേരെ ഇവർ കാണുക ദൈവത്തിൻ്റെ ദൂതൻ തന്നെയായിരുന്നു. തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ഒരു തണുത്ത കാറ്റ് വീശുന്ന പോലെയായി അവർക്ക് ചുറ്റും. ആ തീയുടെ നടുവിൽ നിൽക്കുമ്പോൾ ഒരു നല്ല AC-യിൽ നിൽക്കുന്ന പോലെ അവർക്ക് അനുഭവപ്പെടുകയാണ്. അവർക്ക് ചൂട് അല്ലെങ്കിൽ അതിൻ്റെ ഭയാനകത, ഭീകരതയൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ വളരെയധികം സംരക്ഷിക്കപ്പെടുകയാണ്. ഒരു പോറൽ പോലും ഏൽക്കാൻ ദൈവം അവരെ അനുവദിച്ചില്ല എന്ന് വേണം പറയാൻ. ആഴത്തിലുള്ള വിശ്വാസം ഈ 3 യുവാക്കന്മാരിലും ഉണ്ടായിരുന്നു. 3 യുവാക്കളിലും അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളെ ദൈവം രക്ഷിക്കും, ഇനി രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കത്തില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹനങ്ങളിൽ, വേദനകളിൽ, എതിർപ്പുകളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ കൂട്ടിന് ദൈവം ഉണ്ടാകും എന്ന വലിയ ബോധ്യത്തെയാണ് വിശ്വാസം എന്നൊക്കെ പറയുക. എപ്പോഴും ദൈവം കൂടെ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. സന്തോഷങ്ങളിൽ, വിജയങ്ങളിൽ മാത്രമല്ല, ആരും അറിയാതെ കരയുമ്പോഴും വേദനിക്കുമ്പോഴും എതിർപ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി കൂടി വരുമ്പോഴും ദൈവം കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ നമുക്ക് കർത്താവിൻ്റെ തന്നെ കൃപ വേണം, ശക്തി തന്നെ വേണം. നമുക്കതിന് വേണ്ടിയിട്ട് ചോദിക്കണം, കർത്താവേ, ഏത് സാഹചര്യത്തിലും നിന്നെ കാണാനും അനുഭവിക്കാനും എനിക്ക് കൃപ തരണേ, ഭാഗ്യം തരണേ. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അനേക വിശുദ്ധാത്മാക്കൾ ഒരുപാട് സഹിച്ചിട്ടുള്ളവരാണ്, ഒരുപാട് അവർ വേദനിച്ചിട്ടുള്ളവരാണ്, എന്നും തന്നെ ഹൃദയത്തിൽ കരഞ്ഞിട്ടുള്ളവരാണ് വിശുദ്ധാത്മാക്കൾ. അങ്ങനെയാണ് പറയുക. പല കാരണങ്ങളാൽ പല രീതിയിൽ അവരുടെയൊക്കെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. ചോദിക്കുന്നത് മുഴുവൻ നമുക്ക് തരുന്നൊരു ദൈവത്തെയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ രൂപം കൊടുത്ത് വെച്ചിട്ടുള്ളതെങ്കിൽ ആ ദൈവത്തിന് നന്ദി പറയാനും ആരാധിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ നിരന്തരം ചോദിച്ചിട്ടും നിരന്തരം പ്രാർത്ഥിച്ചിട്ടും
എന്നും നിശബ്ദത പാലിക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് മുൻപിലുള്ളത് എങ്കിൽ ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണമെങ്കിൽ കൃപ തന്നെ വേണം. ആ ദൈവത്തിൽ നിരന്തരം വിശ്വസിക്കാൻ. എങ്ങനെയൊക്കെ സംഭവിച്ചാലും എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന്, എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിച്ച് എന്നെ ബലപ്പെടുത്തുമെന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ അവിടുത്തെ സാന്നിധ്യം തന്നെ നമുക്ക് വേണം. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹനങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറ്റുകയില്ല. അതെന്നും ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ട്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. സഹിക്കാവുന്നതിലപ്പുറമൊന്നും ഈശോ തരികയില്ല. സഹിക്കാവുന്നതേ തരത്തുള്ളൂ. പക്ഷേ ഈ വേദനകൾ നമുക്ക് കിട്ടുമ്പോൾ അതിനെ നല്ല മനസ്സോടെ അങ്ങ് സ്വീകരിക്കാൻ പറയാൻ എളുപ്പമാട്ടോ. ഇതൊക്കെ ഇങ്ങനെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഈ വേദനകളെ ഇങ്ങോട്ട് സ്വീകരിച്ചിട്ട് അതിനെ നമ്മൾ കർത്താവിൻ്റെ കൈകളിൽ തന്നെ സന്തോഷത്തോടെ സമർപ്പിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ സഹനങ്ങൾ നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കും. ക്രിസ്തുവിലേക്ക് നമ്മളെ ഐക്യപ്പെടുത്തും. അതല്ലേ 3 യുവാക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായത്. അവർ 3 പേരും അഗ്നിയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവിടെ കിടന്ന് ദൈവത്തെ സ്തുതിച്ചു. അവർ ദൈവത്തെ കണ്ടു മുഖാഭിമുഖം. അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു എന്ന് പറഞ്ഞ പോലെ സഹനത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടാൻ, ക്രിസ്തുവുമായി സ്നേഹത്തിൽ ഒന്നായി തീരാൻ എളുപ്പത്തിൽ കഴിയുകയാണ്. ശിഷ്യന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, തങ്ങളുടെ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സഹനത്തിലെ ഒരു പങ്കുചേരൽ മാത്രമാണ്. ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രം നമുക്ക് തരുന്നതാണ്. സഹനത്തെയൊക്കെ സ്നേഹിക്കാൻ ദൈവം തന്നെ നമുക്ക് കൃപ തരണം. വിശുദ്ധ അൽഫോൻസ് ലിഗോരി എന്നും ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള ഒരു മഹാവിശുദ്ധനാണ്. സഭയിലെ ശ്രേഷ്ഠനായ അല്ലെങ്കിൽ ഒത്തിരി ആത്മാർത്ഥമായ സഭാമക്കളെ നയിച്ചിട്ടുള്ള ഒരു വലിയ വിശുദ്ധൻ. തൻ്റെ സഭ സ്ഥാപിച്ചിട്ട് ആ സഭയിലെ അംഗങ്ങൾ തന്നെ ഈ വിശുദ്ധനെതിരെ തിരിയുകയാണ്. അവരെല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടായി അൽഫോൻസ് ലിഗോരി എന്ന വിശുദ്ധൻ്റെ ജീവിതത്തിൽ. അവരെല്ലാവരും ഒറ്റ ഗ്രൂപ്പായ വിശുദ്ധൻ തന്നെ ഒറ്റയ്ക്കായി പോയൊരനുഭവം. എന്നിട്ടോ ഈ അൽഫോൻസ് ലിഗോരി എന്ന വിശുദ്ധൻ്റെ ജീവിതത്തിൽ അവരെല്ലാവരും ഒറ്റപ്പെടുത്തി. അവർ നിയമാവലി മാർപ്പാപ്പയുടെ അടുത്ത് അനുവാദത്തിനൊക്കെ ആയിട്ട് കൊണ്ടുപോയ സമയത്ത് ഇവർ വലിയൊരു വഞ്ചനയ്ക്ക് ഈ അൽഫോൻസ് ലിഗോരിയെ വിധേയപ്പെടുത്തുകയാണ്. വലിയൊരു വഞ്ചന കാണിക്കുകയാണ്, ചതി കാണിക്കുകയാണ്. അതോടുകൂടെ അൽഫോൻസ് ലിഗോരിയുടെ ബാഹ്യമായിട്ടുള്ള സമാധാനം മുഴുവൻ നഷ്ടമായി. ഒപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുണ്ട രാത്രിയുടെ അനുഭവങ്ങളും വരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത, ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ മേഖലയിലൊക്കെ വലിയൊരു സംഘട്ടനമാണ്. വലിയ സംശയം അല്ലെങ്കിൽ ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ മനസ്സിൽ, ആത്മാവിൽ നിറയുകയാണ്. ഇതുപോലെയുള്ള സംഘട്ടനങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും മനസ്സിലൊന്നേ ഈ വിശുദ്ധനായ അൽഫോൻസ് ലിഗോരി പ്രാർത്ഥിച്ചുള്ളൂ, ക്രിസ്തുവുമായിട്ട് എനിക്ക് ഒന്നായി തീരണം, ക്രിസ്തുവിനോട് ഐക്യപ്പെടണം, എൻ്റെ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ ഒരു പങ്ക് എനിക്ക് വഹിക്കാൻ പറ്റണം, ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നും വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ക്രിസ്തുവുമായി ഐക്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരിക്കൽ ഈ വിശുദ്ധൻ്റെ തന്നെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും, എപ്പോഴും ദൈവഹിതം നിറവേറട്ടെ, ദൈവഹിതം നിറവേറട്ടെ, ഇത് തന്നെ പറയുമായിരുന്നു. ഒരുപാട് സഹിച്ചിട്ടുള്ള ഈ വിശുദ്ധൻ രോഗാവസ്ഥയിലൊക്കെയായി, മരണത്തോടടുത്തു, അത്രയും രോഗത്തിൻ്റെ കാരണമായി. ഈ കഴുത്തിങ്ങോട്ട് വളഞ്ഞിട്ട് തല ഇങ്ങനെ നെഞ്ചിൽ വന്ന് മുട്ടുന്നൊരനുഭവം. അതുപോലെ അത് പെട്ടെന്നായതല്ല, പതുക്കെ 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 തല അങ്ങനെ ചെരിച്ച് പിടിച്ച് നടക്കാൻ തുടങ്ങി ആദ്യം. പിന്നീട് അതിങ്ങനെ വളഞ്ഞ് 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 വന്ന് നെഞ്ചിൽ തല മുട്ടുന്നൊരനുഭവം. അത്രയായി, തിരിക്കാനൊന്നും പറ്റുകയില്ല, അനക്കാൻ പറ്റുകയില്ല, അത്രയധികം സഹനമായി. എല്ലാവരാലും ഒറ്റപ്പെട്ട അനുഭവം, അതുപോലെ ശാരീരിക രോഗം, രണ്ടും എല്ലാം കൂടെ ഒരുമിച്ചാണ്. ഈ അവസ്ഥയിൽ ഈ തല ഇങ്ങനെ നെഞ്ചിലൊക്കെ മുട്ടിയിട്ട് അവിടെ വ്രണമാകാൻ തുടങ്ങി, പുഴുക്കളരിക്കാൻ തുടങ്ങി, വല്ലാത്ത മണം വരാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, ശരീരം ചീഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ദുർഗന്ധമാണ്, വല്ലാത്ത അസ്വസ്ഥത സ്വന്തമായിട്ടും സഹിക്കുന്നു, മറ്റുള്ളവരും, എല്ലാവർക്കും അതൊരു വിഷമം. ഈ സമയത്ത് വിശുദ്ധൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇതുപോലെ സഹിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് വിശുദ്ധനായ അൽഫോൻസ് ലിഗോരി ഇങ്ങനെയാണ് പറഞ്ഞത്, ഓടി നടന്ന് കർത്താവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് സംതൃപ്തി തോന്നുന്നത് എപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതിലാണ്, എപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിലാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓടി നടന്ന് ചെയ്യാനും മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ ചെയ്യാനും
ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കിട്ടുമ്പോഴൊക്കെ ദൈവമേ നന്ദി എന്നൊക്കെ പറയാൻ എളുപ്പം. അല്ലാതെ വേദനിക്കുന്ന സമയത്തും ഇതുപോലെ സമൂഹം മുഴുവനും ഒറ്റപ്പെടുത്തുന്നു, ശരീരം തളർന്നില്ലാതെയാകുന്നു, മരിക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന പോലെയുള്ള അനുഭവങ്ങൾ ഇതുപോലെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവഹിതം നിറവേറട്ടെ എന്ന് പറയണമെങ്കിൽ അല്പം ചങ്കൂറ്റം വേണം, അല്പം ധൈര്യം വേണം, അല്പം മനസാന്നിധ്യം വേണം. എളുപ്പമല്ല ഇതൊക്കെ പറയാൻ. അതിന് ദൈവത്തിൻ്റെ ശക്തി കൂടിയേ തീരൂ. വിശുദ്ധനായ ഫിലിപ്പ് നേരി അറിയാലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിശുദ്ധനാണ്. നല്ലൊരു മഹാവിശുദ്ധനാണ്, സഭയിലെ വളരെ ശ്രേഷ്ഠനായിട്ടൊരു വിശുദ്ധൻ. ഈ വിശുദ്ധൻ വലിയ ആരോപണങ്ങൾക്ക് വിധേയനായി, ഗൗരവമുള്ള തെറ്റുകൾക്കൊക്കെ വിധേയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരോപണം കേൾക്കേണ്ടി വരികയാണ്. തെറ്റൊന്നും ബോധപൂർവം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാവരുടെയും മുമ്പിൽ, നാട്ടിൽ വീട്ടിലൊക്കെ പാട്ടായി വലിയ തെറ്റുകാരനാന്ന് അവരങ്ങനെയൊക്കെ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിശുദ്ധൻ കുമ്പസാരത്തിന് പോലും അനുവാദം നിഷേധിക്കപ്പെടുകയാണ്. ഓർത്തു നോക്ക്, ഒരു വൈദികൻ്റെ ജീവിതത്തിൽ കൂദാശകൾ പരികർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണല്ലോ അങ്ങനെ ഒരു ജീവിതം. കുമ്പസാരിപ്പിക്കാൻ അനുവാദം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു വേദനയുടെ തലവാണ്, അത് വലിയൊരു നൊമ്പരമാണ്, ഉണങ്ങാത്തൊരു മുറിവ് എന്നും മനസ്സിൽ അവശേഷിക്കുന്ന രീതിയിൽ സമ്മാനിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ ആയിട്ടും ഫിലിപ്പ് നേരി പുണ്യവാൻ ക്രിസ്തുവിൽ ആനന്ദിച്ചു, ക്രിസ്തുവിൽ സന്തോഷിച്ചു, ക്രിസ്തുവിൽ മാത്രം സമാധാനം കണ്ടെത്തി. മറ്റൊന്നിലുമല്ല, മറ്റാരിലുമല്ല, മറ്റാരുടെയും സാമീപ്യത്തിലല്ല, ക്രിസ്തുവിൽ മാത്രം ആത്മീയമായിട്ട് സന്തോഷിച്ചു, ആത്മീയമായി സമാധാനം അനുഭവിച്ചു. വേറെ ആർക്കും വിശുദ്ധനെ സഹായിക്കാൻ പറ്റുകയില്ലായിരുന്നു. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്നും നമ്മൾ നിഷ്കളങ്കരാണെന്നൊക്കെ മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ അത് എളുപ്പമല്ല. അത് മറ്റുള്ളവരുടെ മുൻപിൽ പറഞ്ഞു കൊടുക്കാൻ, അത് വെളിപ്പെടുത്തി കൊടുക്കാൻ, അതല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങൾ കൊടുക്കാൻ ഒരു പരിധിവരേക്ക് നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മുടെ നിഷ്കളങ്കതയൊന്നും കൂടെയുള്ളവർ തിരിച്ചറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കർത്താവിൻ്റെ കണ്ണുകൾ നിഷ്കളങ്കരുടെ നേരെ എപ്പോഴും ഉണ്ടാവും. ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും: തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. അങ്ങനെയാണ് പറയുന്നത്. സ്പീഡിൽ പോകുന്നു കർത്താവിൻ്റെ കണ്ണുകൾ കാണാൻ, കരയുന്നവരെ നോക്കാൻ, നിഷ്കളങ്കരെ നോക്കാൻ, വിശ്വസിക്കുന്നവരെ കാണാൻ, ദൈവത്തിൽ മാത്രം ശരണം വയ്ക്കുന്നവരെ കാണാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, വേദനകളുണ്ട് കേട്ടോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ, സമൂഹങ്ങളിൽ. ഒരുപാട് തകർച്ചകളുണ്ട്. പുറം ലോകം അറിയുന്നില്ലെന്നേ ഉള്ളൂ, ചിരിച്ചു നടക്കുന്നുകൊണ്ട് ആർക്കും തിരിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ വേദനകളൊക്കെ ക്രിസ്തുവിലേക്ക് നയിക്കട്ടെ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി പ്രാപ്തരാക്കട്ടെ നമ്മെ. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയും: ഈ ജീവിതത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യം വെക്കുന്നവരാണ് സഹോദരങ്ങളെ നിങ്ങളെങ്കിൽ മറ്റെല്ലാവരെയും കാൾ നിങ്ങൾ ദുർഭകരാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം മാത്രം, ഈ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മുഴുവൻ അധ്വാനവും കാഴ്ചവെക്കണതെങ്കിൽ, ഈ ജീവിതം എങ്ങനെയെങ്കിലും സുരക്ഷിതമാക്കണം, എങ്ങനെയെങ്കിലും സൗഭാഗ്യം അനുഭവിക്കണം, സന്തോഷിക്കണം, അത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, സഹോദര സഹോദരി, നീയാണ് ഏറ്റവും ദുർഭകനായ മനുഷ്യൻ. അങ്ങനെയാ സ്ലീഹ പറഞ്ഞു വെക്കണത്. അങ്ങനെയാ സ്ലീഹയുടെ വാക്കുകൾ. നമുക്ക് കർത്താവിൽ ആനന്ദിക്കാൻ പറ്റണം. കാരണം നിഷ്കളങ്കരുടെ നേരെ കർത്താവിൻ്റെ കണ്ണുകൾ അതിവേഗത്തിൽ പായുന്നു എന്നാണ് പറയണത്. ശ്രദ്ധിക്കുന്നു കർത്താവ്. നിഷ്കളങ്കനാണോ? വിശ്വസ്തനാണോ? സ്നേഹമുള്ളവനാണോ? വിശ്വസിക്കുന്നവളാണോ നീ? എങ്കിൽ കർത്താവിൻ്റെ കണ്ണുകൾ നിന്നെ കണ്ടു കഴിഞ്ഞു. അവിടുന്ന് രക്ഷിക്കാൻ നിൻ്റെ അരികിലേക്ക് വരും. 3 യുവാക്കൾ തീച്ചൂളയിൽ കിടന്നിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചില്ലേ? ദൈവദൂതൻ ഇറങ്ങി വന്നില്ലേ? അഗ്നിയുടെ മധ്യത്തിൽ ഇറങ്ങി വന്നില്ലേ? ആ തീയിനെ അങ്ങ് ആട്ടി അകറ്റിയില്ലേ? കണുത്ത കാറ്റ് വീശുന്ന പോലെ ആക്കിയില്ലേ? എത്രയോ വലിയൊരു അത്ഭുതം. അതികഠിനമായ പരീക്ഷണങ്ങളും അതികഠിനമായ പ്രലോഭനങ്ങളും വേദനകളും താങ്ങാവുന്നതിലപ്പുറം വേദനകളൊക്കെ വരുമ്പോൾ ഓർത്തോണം, നിന്നെ മഹാവിശുദ്ധനാക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ വാക്കുകളാണ്. അതികഠിനമായ പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങൾ, വേദനകൾ നിനക്ക് വരുമ്പോൾ നീ ഓർത്തോണം, നിന്നെ മഹാവിശുദ്ധനാക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവ് അതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. നമുക്കാകണം.
എന്ത്? ക്രിസ്തുവിനോടുള്ള ഐക്യപ്പെടൽ ഒന്നാക്കി തീർക്കണം. ക്രിസ്തുവും ഞാനുമായി ഒന്നായി തീരണം. സഹിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു അടി മുന്നോട്ട് വയ്ക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താനാണ്. എൻ്റെ വാ തുറക്കുമ്പോൾ ഒരു സ്വരം വരുന്നുവെങ്കിൽ അത് ക്രിസ്തുവിനെ സ്തുതിക്കാൻ, ആരാധിക്കാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൽ ശരണം വയ്ക്കാൻ പറ്റട്ടെ എല്ലായ്പ്പോഴും. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് അവൻ ഒറ്റയ്ക്കാക്കില്ല, അവൻ തനിച്ചാക്കില്ല, അവൻ ഒരിക്കലും നമ്മൾ ഇട്ടിട്ട് പോകുകയല്ല. അവനെപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഏത് സാഹചര്യത്തിലും വലിയ വലിയ വേദനകളിൽ കൂടെയൊക്കെ കടന്നു പോകുന്നവർ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലേ? എല്ലാവിധത്തിലും തെറ്റിദ്ധരിക്കപ്പെട്ടും ഒറ്റപ്പെട്ടും ജീവിതം മടുത്തു എന്ന് പറയുന്നവർ, വീട്ടിലുള്ളവർ പോലും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറയുന്നവർ. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരു സഹോദരി, ഒരു ഡോക്ടറാണ്. ഹസ്ബൻഡ് നല്ല രീതിയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു ജോലി ചെയ്യുന്നു. ഒരു മകനുണ്ട്. ഈ കുടുംബത്തിൽ ആദ്യ നാളുകളിലൊക്കെ വലിയ സമാധാനം എന്ന് പറഞ്ഞാൽ, കുഞ്ഞുണ്ടായ നാളുകളിലൊക്കെ ഒരുവിധം സമാധാനം, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, സഹായിക്കാം, പരസ്പരം സ്നേഹിക്കും, അങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോകുന്നു. പക്ഷേ കുറച്ച് നാളുകളായിട്ട്, ഇന്ന് ഈ മകൻ എന്നോട് പറയുന്ന സമയത്ത് 10ാം ക്ലാസ്സിലാണ് പഠിക്കുക, ഇന്ന് ഈ സമയത്ത് ഈ ഭർത്താവിൽ നിന്ന് സഹിക്കാത്തതില്ല, ഇനി ഈ മകനിൽ നിന്ന് സഹിക്കാത്തതില്ല. ഈ സഹോദരി അങ്ങ് വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയി. ജോലിയുണ്ട്, ഡോക്ടറാണ്, എങ്കിൽ പോലും വല്ലാതെ മനസ്സ് തളർന്നു പോയി, വല്ലാതെ മനസ്സ് വേദനിച്ചു പോയി. പ്രാർത്ഥിക്കാൻ പോലും നിരാശ തോന്നുകയാണ്, സഹിക്കാനേ പറ്റുന്നില്ല. ഒടുവിലൊരു ധ്യാനത്തിൽ പങ്കെടുപ്പിക്കാൻ കുറേ നിർബന്ധിച്ച് നോക്കി. എന്ത് ചെയ്താൽ ആ സമയമായപ്പം ഇദ്ദേഹം കാല് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചില്ല, അത് പൂർത്തിയാക്കിയില്ല, ധ്യാനത്തിൽ പങ്കെടുക്കാൻ സമ്മതിച്ചില്ല. വലിയ വേദനയോടെ വന്ന ആ സഹോദരിയെ ഞാൻ ഓർക്കുകയാണ്. ഈ സഹോദരി എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, സഹിക്കാവുന്നതിലപ്പുറം വേദനയുണ്ട്. മിക്കപ്പോഴും മദ്യപിക്കും, വീട്ടിൽ ബഹളമുണ്ട്, എന്ത് ഞാൻ പറഞ്ഞാലും അംഗീകരിക്കുകയല്ല, എപ്പോഴും ഒറ്റപ്പെടുന്ന അനുഭവമാണ് എനിക്ക്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ എപ്പോഴൊക്കെ വേദനിച്ചിട്ട് ഈശോയേന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടോ, ആ സെക്കൻഡിൽ ഈശോ എൻ്റെ സഹായത്തിന് വന്നു. എപ്പോഴൊക്കെ എൻ്റെ അമ്മേന്ന് ചങ്ക് തുറന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടോ, അമ്മ എൻ്റെ അടുത്തുണ്ട് ആശ്വസിപ്പിക്കാൻ, അമ്മ എന്നെ സഹായിക്കാൻ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നിരാശ തോന്നിയിട്ടില്ല. പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാൻ. പക്ഷേ അതിനൊക്കെ ഒന്നും ചിന്ത കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഈശോ എന്നെ സഹായിക്കുന്നു, ഈശോ എന്നെ സഹായിക്കുന്നു. എത്രയോ ജീവിതങ്ങൾ ഇതുപോലെ വലിയ വേദനയിൽ കഴിഞ്ഞു വരുന്നു. ഒരു കുടുംബത്തിൽ കഴിയുന്നവർ, ഒരു വീട്ടിൽ കഴിയുന്നവർ, ഒരേ മുറിയിൽ കഴിയുന്നവർ, അവരുടെയൊക്കെ സ്നേഹം തിരസ്കരിക്കുമ്പോൾ അത് വല്ലാത്ത വേദനയാണ്. ഒറ്റപ്പെടുത്തുമ്പോഴും തിരസ്കരിക്കുമ്പോഴൊക്കെ അത് വല്ലാത്ത വേദനയാണ്. ക്രിസ്തുവിലേക്ക് നയിക്കട്ടെ വേദനകൾ, ക്രിസ്തുവിലേക്ക് ഐക്യപ്പെടുത്തട്ടെ സഹനങ്ങൾ, ക്രിസ്തുവും ഞാനുമായി ഐക്യപ്പെടുന്നൊരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കട്ടെ നമ്മുടെ സഹനങ്ങൾ. എത്രയധികം സഹിക്കുന്നുവോ നീ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടുകയാണ്. എത്രയധികം നീ സഹിക്കുന്നുവോ അത്രയധികം നീ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടുകയാണ്. എല്ലാ വിശുദ്ധാത്മാക്കളും അങ്ങനെയായിരുന്നു. ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഒരുപാട്. പലരും അവരുടെ സഹനങ്ങളൊക്കെ അറിഞ്ഞ് ലോകം അറിയാൻ തുടങ്ങിയത് അവരുടെ മരണശേഷമാണ്. ആരോടും പറയാറില്ലായിരുന്നു, ആരെയും അറിയിക്കാറില്ലായിരുന്നു. ഒരുപാട് നിശബ്ദമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായി ക്രിസ്തുവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ മാത്രം ഒരുപാട് കരയേണ്ടി വന്നവർ. വിശുദ്ധ പാദ്രെ പിയോ ഓർത്ത് നോക്കിയേ, എത്ര വർഷമാണ് കൂദാശകളൊക്കെ പരികർമ്മം ചെയ്യാൻ പറ്റാതെ, വലിയ വിലക്ക്, കൂദാശകൾ പരികർമ്മം ചെയ്തതിനൊക്കെ വിലക്ക് നേരിടേണ്ടി വന്നത്. എത്ര സഹിച്ചിട്ടുണ്ടാവും, എല്ലാവരാലും ഒറ്റപ്പെട്ടില്ലേ, എത്രയോ കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ടാവും, എത്രയധികം കരഞ്ഞിട്ടുണ്ടാവും, ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവോ? വേദന കൂടുന്തോറും നമ്മുടെ വിശ്രമമൊക്കെ ഇല്ലാണ്ടാവും, നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് ഇല്ലാണ്ടാവും, നമ്മുടെ സന്തോഷപ്രകൃതം നഷ്ടപ്പെട്ടു പോവും, ആത്മവിശ്വാസം കുറഞ്ഞു പോവും. എത്രയോ രീതികളിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹനങ്ങൾ എപ്പോഴും ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കട്ടെ. മാത്രമല്ല ഈ സഹനങ്ങൾ നമ്മളെ ദൈവമഹത്വത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും. എല്ലാം ദൈവമഹത്വത്തിന്, എല്ലാം ദൈവത്തിൻ്റെ നാമം സ്തുതിക്കപ്പെടാൻ, എല്ലാം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ. അങ്ങനെ ദൈവമഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അംഗീകാരം, ഈ ലോകത്തിൻ്റെ പ്രോത്സാഹനം, ഒരു നല്ല വാക്ക് ഒരിക്കലും കേൾക്കാൻ ആശ തോന്നുകയല്ല. അല്ല എങ്കിൽ എപ്പോഴും ആഗ്രഹിക്കും, ഒരു നല്ല വാക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരിറ്റ ആശ്വാസം കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് ഇവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു നല്ല വാക്കും പറയാനില്ലല്ലോ. ഇത്ര കാലം കർത്താവിൻ്റെ കൂടെ മാത്രം നടന്നിട്ട്, കർത്താവിൻ്റെ വഴിയെ മാത്രം സഞ്ചരിച്ചിട്ട് ഒരാൾ പോലും കൂടെ നിൽക്കാനുണ്ടായില്ലല്ലോ. ഒറ്റക്കെട്ടായി നിന്ന് അവരെനിക്കെതിരെ തിരിഞ്ഞില്ലേ?
അവരെനിക്കെതിരെ ഇല്ലാത്ത കഥകൾ പറഞ്ഞില്ലേ, അവരെന്നെ വല്ലാതെ എൻ്റെ സൽപ്പേര് നശിപ്പിച്ചില്ലേ. എത്ര പ്രാവശ്യം ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും, എത്ര പ്രാവശ്യം തോന്നിയിട്ടുണ്ടാവും. ഈ സമയങ്ങളിലൊക്കെ ഒറ്റ ഒരു ചിന്ത നമുക്കുണ്ടാകട്ടെ, ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടണം, ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടണം. വിശുദ്ധ ഫൗസ്റ്റീന ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: കർത്താവേ, എത്രയും മാധുര്യമുള്ള നിൻ്റെ ഹൃദയം ഒഴികെ മറ്റാരും എന്നെ അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു, മറ്റാരും എന്നെ സ്നേഹിക്കരുത് എന്ന് ഞാൻ കൊതിച്ചു. തോട്ടത്തിൽ റോസാപ്പൂക്കളും ലില്ലിപ്പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യം എല്ലാവരെയും ആകർഷിക്കും. അതുപോലെ ഈ ഫൗസ്റ്റീന പ്രാർത്ഥിക്കുകയാണ്, റോസാപ്പൂവായിട്ടല്ല, ലില്ലിപ്പൂവായിട്ടല്ല, തോട്ടത്തിൽ ആരും കാണാത്ത ഇടത്തിലുള്ള ഒരു കുഞ്ഞരിപ്പൂവായിട്ട് മാറാൻ എന്നെ സഹായിക്കണം ഈശോയെ. എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ഫൗസ്റ്റീന പ്രാർത്ഥിക്കുക, ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, റോസാപ്പൂക്കളാക്കല്ല്, ലില്ലിപ്പൂക്കളാക്കല്ല്, ഒരു കുഞ്ഞരിപ്പൂവായിട്ട് തോട്ടത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ. ആൾക്കാർക്ക് പെട്ടെന്ന് റോസാപ്പൂവെ കാണാൻ പറ്റത്തുള്ളൂ, ലില്ലിപ്പൂക്കളെ കാണാൻ പറ്റത്തുള്ളൂ. കുഞ്ഞരിപ്പൂവിനെ കാണണമെങ്കിൽ കുനിഞ്ഞു നോക്കണം, അതിന് ചെറിയ രീതിയിൽ സുഗന്ധമൊക്കെ പുറപ്പെടുവിക്കാൻ സാധിച്ചിട്ട് അതവിടെ ഒതുങ്ങി നിൽക്കും. എനിക്കിങ്ങനെ ആകണം, അതാ എൻ്റെ ആശ, അതാ എൻ്റെ പ്രാർത്ഥന. ഫൗസ്റ്റീനായുടെ പ്രാർത്ഥനയൊക്കെ ദൈവം സ്വീകരിക്കുന്നുണ്ട്. എത്രയോ അധികം ഫൗസ്റ്റീനായ ദൈവം അംഗീകരിച്ചു, എത്രയോ അധികം മാനിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല ദൈവം ഒരിക്കലും നമ്മൾ ഇല്ലാണ്ടായി പോകണമെന്ന്, ഒരു മൂലയിൽ ഒതുങ്ങിപ്പോകണമെന്ന്, ആരാലും അറിയപ്പെടാതെ തകർന്ന് ഒതുങ്ങിപ്പോകണമെന്ന് ഒരിക്കലും ദൈവം ആഗ്രഹിക്കില്ല. മിടുക്കരായി നട്ടല് നിവർത്തി നിന്ന്, ശിരസ്സുയർത്തി നിന്ന്, ലോകത്തിൻ്റെ മുൻപിൽ ഉറക്കെ ക്രിസ്തുവാണ് ദൈവം എന്ന് പ്രഖ്യാപിക്കാൻ തക്ക രീതിയിൽ അധ്വാനിക്കാൻ അവിടുന്ന് നമ്മുടെ കരങ്ങളെ ശക്തിപ്പെടുത്തും, അവിടുന്ന് നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തും. ഈ കാലഘട്ടത്തിലൊക്കെ എത്രയോ സഹോദരങ്ങൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ബോധ്യമായിട്ട് പോലും ചാങ്കൂറ്റത്തോടെ ഇറങ്ങിപ്പോകുന്നില്ലേ മരിക്കാൻ? എത്ര പേരുടെ ജീവൻ പോയി, എത്ര പേര് സഹിച്ചു, എത്ര പേര് കഷ്ടപ്പെടുന്നു. ഇന്നും സുവിശേഷത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന എത്ര മക്കൾ, എത്ര സ്ഥലങ്ങളിൽ. സഹോദരങ്ങളെ, അവരൊക്കെ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നൊരു വെല്ലുവിളിയില്ലേ? സഹിക്കാൻ പറ്റുമോ ഈശോയ്ക്ക് വേണ്ടി? നിലകൊള്ളാൻ പറ്റുമോ ഈശോയ്ക്ക് വേണ്ടി? കരയാതെ സഹിക്കാൻ പറ്റുമോ? നിശബ്ദമായി സ്വീകരിക്കാൻ പറ്റുമോ? എന്തിനാണെന്നറിയോ? ദൈവനാമം മഹത്വപ്പെടാൻ, ക്രിസ്തുവുമായി ഐക്യപ്പെടാൻ, എപ്പോഴും ദൈവഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ സഹോദര നിനക്ക് കഴിയട്ടെ. സഹോദരി, അതിനുള്ള കൃപ നല്ല ദൈവം നിനക്ക് തരട്ടെ. നിഷ്കളങ്കരുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം ഇടപെടും അങ്ങനെ ചിന്തിച്ചേക്കല്ല്. സഹനം ഉണ്ടാവും, വേദനയുണ്ടാവും, പക്ഷേ ഒരു ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഉണ്ടാവും ആശ്വസിപ്പിക്കാൻ, ബലം കൊടുക്കാൻ. ധൈര്യമായിട്ടിരിക്കുക, തളർന്നു പോകല്ല്, കരുത്ത് നഷ്ടപ്പെടുത്തല്ല്, ധൈര്യമായിട്ടിരിക്കുക. ഇങ്ങനെ പറയാൻ ഒരു ദൈവത്തിൻ്റെ ദൂതൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. നീ വേദനിക്കുന്നുവെങ്കിൽ, നീ സഹിക്കുന്നുവെങ്കിൽ, ദൈവത്തെ മാത്രം സ്നേഹിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കണതെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെങ്കിൽ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനം എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ഈ ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കും, ഈ ദൈവം എനിക്ക് വേണ്ടി വാദിക്കും, ഈ ദൈവം എനിക്ക് വേണ്ടി മുന്നേ ഇറങ്ങും. എൻ്റെ വഴിയിൽ എൻ്റെ മുന്നേ എൻ്റെ ദൈവം ഉണ്ടാവും. തളർന്നു പോകല്ല്, തകർന്നു പോകല്ല്. സഹന നിമിഷങ്ങളിൽ ദൈവം കൂടെ ഉണ്ടാകും എന്നുള്ളതാണല്ലോ വിശ്വാസം. കർത്താവ് കൂടെയുണ്ട് കേട്ടോ, ഒറ്റയ്ക്കല്ല കേട്ടോ, ഈശോ കൂടെയുണ്ട് സഹായിക്കാൻ. ഒരു നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹൃദയനിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഹൃദയ നൈർമല്യത്തോടും ഹൃദയവിശുദ്ധിയോടും കൂടെ ദൈവമേ നിന്നെ സ്നേഹിക്കുമ്പോൾ, നിന്നെ സ്നേഹിക്കാൻ പരിശ്രമിക്കുമ്പോൾ, നിൻ്റെ വഴിയിലൂടെ മാത്രം നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെക്ക് ശക്തിയായി ബലമായി സഹനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദ്യം ചെയ്യാതെ എല്ലാം ഉപരി നന്മയ്ക്കായി ദൈവം മാറ്റുമെന്ന വിശ്വാസത്തോടെ മുന്നേറാൻ കർത്താവേ നീ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.